ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് മാങ്ങ അച്ചാറാണ്. ഇതിനായി ഒരു 6 മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലി കളയാണ്ടാണ് കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കാൻ പോണത്. ഇതിപ്പോൾ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇത് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ ഉപ്പ് പിടിച്ച് നല്ല സെറ്റായിക്കോളും. ഞാനിവിടെ അച്ചാറുണ്ടാക്കാൻ പോണത് ഒരു ചീനച്ചട്ടിയിലാണ്. അപ്പോൾ ചീനച്ചട്ടി ഞാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നാക്കിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത് വല്ലാതെ മൂത്ത് വരൊന്നും വേണ്ട, ചെറുതായി ഒന്ന് വഴഞ്ഞു വന്നാൽ മതി. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അച്ചാർ പൊടിയാണ്. അതൊരു 40 ഗ്രാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ തീ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ടത്. ഇനി ഇതൊക്കെ മൂത്തിട്ട് വേണം നമുക്ക് തീ ഓണാക്കിയിടാൻ. ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. വിനാഗിരി നമ്മൾ ചേർക്കുന്നത് അച്ചാർ കേടുവരാണ്ട് ഒരു 2-3 മാസത്തോളം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് തേച്ച് മാറ്റി വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും കൂടെ മിക്സ് ആവണ തരത്തിൽ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത് ചെറുതീയിൽ കിടന്നിട്ട് ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടുകയും എല്ലാ മസാലകളും ഈ മാങ്ങയിൽ ഒന്ന് വഴറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിൽ എത്ര തന്നെ ഉപ്പിട്ടാലും നമുക്ക് ഉപ്പ് തോന്നില്ല. എപ്പോഴും അച്ചാറിൽ ഉപ്പ് മുന്നേക്ക് നിൽക്കണം. അതാണ് ഇത്ര ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ അച്ചാർ ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. ഇത് പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും സൂക്ഷിച്ച് വയ്ക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം. ഒരു 2-3 ദിവസം പുറത്ത് വെച്ച് സെറ്റായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ 2-3 മാസം നമുക്ക് ഒരു കേടും വരാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാ മസാലകളും അച്ചാറിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ കഷ്ണങ്ങളിലും പിടിച്ച് അച്ചാർ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും അച്ചാർ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. അച്ചാറൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്ന് നല്ലൊരു അച്ചാറിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി അച്ചാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.